രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടക്കുന്ന സമയത്ത് കൃത്യമായൊരു നിലപാട് പറഞ്ഞ ആളാണ് താങ്കൾ. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. എന്നും ഒരു നിലപാട് വ്യത്യാസവും ഇല്ല. MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ. അല്ല, ആ കാര്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ, അത് കഴിഞ്ഞല്ലോ. അതത് കാലത്ത് എന്ത് വിഷയം വരുന്നു അപ്പൊ അഭിപ്രായം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? പാലക്കാട് അടക്കം. ഒരിക്കലുമില്ല. നിരന്തരമായ സ്ത്രീപീഡന ആരോപണങ്ങൾക്ക് വിധേയനായ കൊല്ലം MLA മുകേഷിനെ പിണറായി വിജയനും CPM-കാരും തോളത്തെടുത്ത് ഇരുത്തിയിട്ട് സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. കൊല്ലത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ പേരിൽ താങ്കളുടെ പേര് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മത്സരിക്കാൻ സാധ്യത ഉണ്ടാവോ? അത് ഔദ്യോഗികമായി പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഉത്തരവാദിത്തം തരും. ആ ഉത്തരവാദിത്ത നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ മത്സരം എന്നതൊക്കെ പറഞ്ഞ് പൂർണ്ണമായി പാർട്ടി ഔദ്യോഗിക നേതൃത്വം പ്രഖ്യാപിക്കേണ്ടതാണ്. എൻ്റെ അയ്യപ്പസ്വാമി, അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിക്കാനുള്ള ആ ഒരു എന്താ പറയുക, ആ ധാർഷ്ട്യം ഉണ്ടല്ലോ, ഇങ്ങനെ കഴിയുന്നു ഇവർക്ക്. അയ്യപ്പസ്വാമിയുടെ മുതലും കട്ടുമുടിക്കും, പട്ടിണി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലും കൈയിട്ട് പാരും, ഏത് മാർഗത്തിലും പണം സമ്പാദിച്ചാൽ മതി എന്നുള്ള. പെണ്ണായി പിറന്നതുകൊണ്ട് മാത്രം ഒരു മാറ്റി നിർത്തലോട് സമരസപ്പെടാൻ എനിക്കാകില്ല. അതുകൊണ്ട് എൻ്റെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ രാഹുൽജിയും ഞാനും, രാഹുൽജിയുടെ നിലപാടും ഒക്കെ അതായിരുന്നു. എൻ്റെ നിലപാട് അതാണ്. ഒരു സുപ്രഭാതത്തിൽ ഭക്തരെല്ലാം നെഞ്ചത്ത് തീ കോരിയിട്ടുകൊണ്ട് ഓടി വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ ഇത്രയും അക്രമം കാണിച്ചു കൊണ്ടുപോകല്ല വേണ്ടത്. അതായത് ഏതോ ഒരു ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് പിണറായി വിജയൻ സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ എടുത്ത നിലപാട്. അതിനോട് യോജിക്കാൻ പറ്റില്ല. ആ യോജിക്കാതിരുന്നൊരു ഗണേഷ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗണേഷ് MLA ആയിരുന്നു, അദ്ദേഹമാണ് ഇപ്പൊ MLA. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ കൊല്ലംകാർക്ക് വേണ്ടി? അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഒന്ന് എടുത്തു നോക്കണം. അദ്ദേഹം കൊല്ലത്തിന് വേണ്ടി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ മണ്ഡലത്തിലെ പ്രവർത്തനം അദ്ദേഹത്തെ ഇവിടുത്തെ ആളുകൾ കാണാറുണ്ട്. ഞാനിവിടെ താമസിക്കുന്ന ആൾ, ഞാൻ അദ്ദേഹത്തെ അത്യപൂർവമായി തുറേ കാണാൻ ഞാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാ കൊല്ലമെന്ന് പറഞ്ഞ നാട്ടുകാർ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേട് പുള്ളി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമസ്കാരം, കൂടെയുള്ളത് ബിന്ദുകൃഷ്ണയാണ്. നമസ്കാരം മാം. നമസ്കാരം. കൂടുതൽ മുഖവുര ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അധികം ഒരു വലിയ നീണ്ടൊരു നിഘണ്ടുവിലേക്ക് പോവാത്തത്. ആദ്യം തന്നെ ഇപ്പൊ കോൺഗ്രസിന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. എങ്ങനെയാണ് നിലവിൽ UDF-ന്റെ ഒരു പ്രതീക്ഷ പോകുന്നത്? 2026 എന്ന വർഷം അത് UDF-നുള്ളതാണ്. തീർച്ചയായും വലിയ പ്രതീക്ഷയും അതിലേറെ പ്രത്യാശയുമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളത്. അത് UDF-ന്റെ പ്രവർത്തന മികവ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് 10 വർഷക്കാലം കൊണ്ടൊരു ഗവൺമെൻറ്റിന് എങ്ങനെ മുഴുവൻ ജനവിഭാഗങ്ങളെയും വെറുപ്പിക്കാൻ പറ്റും, അതിൽ ഡോക്ടറേറ്റ് എടുത്തൊരു ഗവൺമെൻറ്. സാധാരണഗതിയിൽ എല്ലാ കാലത്തും നിലവിലുള്ള സർക്കാരുകൾക്കെതിരായിട്ടൊരു ജനവികാരം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഏതെങ്കിലുമൊക്കെ ജനവിഭാഗം ആ സർക്കാരിൻ്റെ ഒപ്പം ഉണ്ടാവും. കാരണം ആ ജനവിഭാഗത്തെ ഏതെങ്കിലും കുറച്ച് ആളുകളെയെങ്കിലും തൃപ്തിപ്പെടുത്തുന്ന ഭരണ കാഴ്ചപ്പാടുകളും ഭരണ നേട്ടങ്ങളും ആർക്കെങ്കിലുമൊക്കെ പറയാൻ കാണും. പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് കേരളത്തിലെ ഒരു ജനവിഭാഗത്തിന് എന്തിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ പോലും പിന്തുണയില്ല. അതാണ് അതിൻ്റെ സവിശേഷത. പാർട്ടിക്കാരെങ്കിലും ബ്ലൈൻഡായിട്ട് പറയുമല്ലോ, പക്ഷേ പാർട്ടിക്കാർ ഞങ്ങളോടൊക്കെ അടക്കം പറയുന്നതും നിങ്ങൾക്കൊക്കെ അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഇങ്ങനെ ഈ പാർട്ടി ഇപ്പം ശ്രീ പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകാർ പാടും, ഈ പാർട്ടി ഇങ്ങനെ ശോഭിക്കാൻ കാരണഭൂതനാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വാഴ്ത്തുപാട്ടുകാർക്കപ്പുറത്തേക്ക് വസ്തുതാപരമായി രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന ഏതൊരു മലയാളിയും തല കൈവച്ച് പറയും കടക്കുപുറത്ത്. അത്രയ്ക്കാണ് ജനദ്രോഹപരമായ നടപടികൾ ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ പ്രവർത്തനം നടത്തുന്നത് കൊല്ലത്താണ്. ഈ കൊല്ലത്തിന് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്താണ്? കാരണം കുറച്ചായി കൊല്ലം അടിയുറച്ച CPM കോട്ടയാണെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. കൊല്ലത്ത് ഇപ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും കൊല്ലത്ത് വലിയ മാറ്റത്തിന് നാന്ദി കുറിച്ചിരിക്കുക. അതാണല്ലോ പതിറ്റാണ്ടുകൾ നീണ്ട ഇടതു ദുർഭരണം കൊല്ലം കോർപ്പറേഷനിൽ അവസാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കോർപ്പറേഷൻ പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും കൊല്ലം കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചുപേരല്ലാതെ ആരും പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചതുമില്ല. പക്ഷെ ജനം വിശ്വസിച്ചു, ഇവിടുത്തെ ജനം വിശ്വസിച്ചു. പക്ഷെ പുറത്തുള്ളവരാരും വിശ്വസിച്ചില്ല. CPM-കാരും BJP-കാരും ഒക്കെ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ആ പരിഹാസത്തിന് ചെറുപുഞ്ചിരിയോടെ മാത്രമേ അന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. ശരിക്കും ഈ വിജയത്തില് ബിന്ദുകൃഷ്ണയുടെ ഒരു പങ്ക് എന്തായിരിക്കും? കാരണം ഇവിടുത്തെ DCC പ്രസിഡന്റായിട്ട് വന്ന ഒരാള്, കാരണം അങ്ങനെ ഒരു വനിത വന്ന ചരിത്രമില്ല. അങ്ങനെ വരുന്നു,
അതും അടിയുറച്ച ഒരു ഈ ഒരു CPM കോട്ടയിലേക്ക് വരുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ശരിക്കും എന്തായിരിക്കും താങ്കളുടെ ഒരു പങ്ക് ഈ വിജയത്തിൽ പറയാൻ പറ്റുക? ഏതൊരു കോൺഗ്രസ് പ്രവർത്തകയെയും പോലെ UDF പ്രവർത്തകനെയും പോലെ നിരന്തരവും സക്രിയവുമായ പ്രവർത്തനം, അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തല്ല, കഴിഞ്ഞ 10 വർഷത്തോളമായി നടത്തിയ പ്രവർത്തനം. ഈ പറയുന്നത് പോലെ DCC പ്രസിഡന്റ് ആകുമ്പോൾ രാഷ്ട്രീയമായി കേരളത്തിലെ ഏറ്റവും UDF ദുർബലമായ ഒരു സ്ഥലത്താണ് ഞാൻ DCC പ്രസിഡന്റായി തികച്ചും അപ്രതീക്ഷിതമായി വരുന്നത്. ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസ് പ്രവർത്തനം, ഒന്നാമത് കേരളത്തിലെ ഏറ്റവും ദുർബലമായ സ്ഥലം, ഒരു MLA പോലും UDFന് ഒരു MLA പോലും ഇല്ലാത്ത ഏക സ്ഥലം, അത് വലിയ മാർജിനിൽ തോറ്റ സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ കൂടി DC പ്രസിഡന്റായി പാർട്ടി ചീഫ് ആയതോടുകൂടി എല്ലാം തകർന്നു എന്ന് വിചാരിച്ച ചുരുക്കം ചില പാർട്ടി പ്രവർത്തകർ, ഒരു വേള പൊതുസമൂഹവും അവരുടെ മുന്നിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളത് നമുക്ക് കഴിയും, വി ക്യാൻ, ആ ഒരു ഫീലിംഗ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലേക്കും പിന്നീട് അത് പൊതുസമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഏറ്റവും ദുഷ്കരമായ ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്, മുഴുവൻ സമയം 24/7 എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല, നമ്മളെപ്പോഴും പറയാറുണ്ട് 24/7, അതായത് സംഘടനാ പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടൽ, അതിനോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കോ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടായത്, അത് നല്ല കാര്യമാണെങ്കിലും എന്തെങ്കിലും ദുർഘടാവസ്ഥയാണെങ്കിലും ലോക്കൽ MLA എത്തുന്നതിന് മുമ്പ് അവിടെ എത്തുക എന്നുള്ള കാര്യമാണ് ആദ്യം ശ്രദ്ധിച്ചത്. ചിലപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് തിരികെ രാത്രി 10, 11, 12 ഡിപ്പെൻസ് ഏത് സമയത്താണോ വീട്ടിൽ കയറി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ജില്ലയിലെ ഏതെങ്കിലും ഭാഗത്ത് ഒരു വിഷയം ഉണ്ടാകും. വെരി നെക്സ്റ്റ് മൊമെന്റ് അവിടെ എത്തിയത്. അങ്ങനെ പാർട്ടി പ്രവർത്തനം, അങ്ങനെ നമ്മളൊരു പാതിരാത്രി ഒരു പാർട്ടി പ്രവർത്തനം ആവശ്യം വരുമ്പോൾ, ഒരു നാട്ടിലൊരാൾക്ക് ആവശ്യം വരുമ്പോൾ, ഒരു നാടിന് ആവശ്യം വരുമ്പോൾ ഓടിയെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തുടങ്ങി, ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ തുടങ്ങി ആളുകളിൽ കോൺഫിഡൻസ് വളർത്തി പിന്നീട് സംഘടനാ പ്രവർത്തനം ചിട്ടയായ രീതിയിൽ പ്രിയപ്പെട്ടവരുടെ സഹായത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് അടിത്തറ ഉണ്ടാക്കാൻ, എല്ലാം അങ്ങ് ഒറ്റയടിക്ക് എടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ പാർലമെന്റ്. അതൊരു സ്ത്രീ എന്നതൊരു ബലഹീനതയായി ചോദിക്കുന്നതല്ല, അങ്ങനെ ഒരാൾ വന്നിത് ചെയ്യുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് എത്രത്തോളം ഇപ്പൊ എത്രത്തോളം സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ഉണ്ടാവുമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും. ഒരു സ്ത്രീ ആകുമ്പോഴേക്കും ഇവരെ കൊണ്ടേ സാധിക്കുമെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നോ? ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് ആരും, നമ്മൾ വെറുതെ ഇരുന്നിട്ട് ആരും കൊണ്ട് സപ്പോർട്ട് തരത്തില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പലരും ചോദിക്കും, ഇത് ശരിയാവോ, നടക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ ഒപ്പം കൂടാൻ കുറെ ആളുകൾ വരും, നമ്മുടെ സഹപ്രവർത്തകരുണ്ടാവും. ആദ്യം ചിലർക്ക് ശങ്കിച്ച് നിൽക്കും, പക്ഷെ നമ്മൾ നടത്തി കാണിക്കുമ്പോൾ അടുത്ത പരിപാടിക്ക് ആ ശങ്കിച്ച് നിൽക്കുന്നവർ അല്ലെങ്കിൽ സംശയിച്ച് നിൽക്കുന്നവരൊപ്പം നമ്മുടെ കൂടെ കൂടും. അങ്ങനെ സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെടലുകളൊന്നും എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് അസാധ്യമായ ഒന്നുമില്ല, നത്തിങ് ഇമ്പോസിബിൾ, അതാണ് എൻ്റെ പോളിസി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ട്, ജയപരാജയങ്ങൾ എൻ്റെ വിഷയമേ അല്ല. പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെടുന്നതിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അടുത്ത മൊമെന്റിൽ അടുത്ത വിജയത്തിനുള്ള പോരാട്ടത്തിലാണ്. അല്ലാതെ പരാജയത്തിന്റെ കയ്പുനീരും കുടിച്ച് കരഞ്ഞിരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മുടേതല്ലാത്ത തെറ്റുകൾക്കാണല്ലോ പരാജയപ്പെടുന്നത്. ഇപ്പം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ അതിനുമപ്പുറം പ്രവൃത്തി കൊണ്ടോ നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല. ഒരുപക്ഷെ ചിലരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യുകയും വ്യാജമായി നമ്മളിൽ ഒരുപാട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അസത്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷെ അത് അസത്യമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ എനിക്ക് ചിരിച്ചാൽ പോരെ. അസത്യം പറയുന്നത് കേട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിഷമിക്കാനേ പാടില്ല. വിഷമിക്കാൻ എപ്പോഴും അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ശക്തികൾ കാണാം. അത് നമ്മുടെ ശത്രുക്കളാകാം, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാരാകാം, ആരുമാകാം. അവർ എന്താണ് പറയുമോ, അവർ പറയുന്നത് ഇനി അവർ വല്ലത് മോശം പറയുമോ എന്നോർത്ത് പേടിച്ചിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനേ സമയമില്ല എന്ന് വിചാരിച്ച് ഏതൊരു ആരെങ്കിലും ഒരു വിമർശനം കേൾക്കുമ്പോൾ മൈൻഡ് ചെയ്യാറില്ല. വിമർശനം ശ്രദ്ധിക്കും, അത് കാമ്പുള്ളതോ കഴമ്പുള്ളതോ കാര്യമാത്ര പ്രസക്തമോ ക്രിയാത്മകമായ വിമർശനം ഉണ്ടെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും. അല്ലാതെ പർപ്പസ്ഫുള്ളി നമ്മളെ അങ്ങ് തകർക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പോലെ സാധാരണക്കാരുടെ ഇഷ്ടം. ചിലർക്ക് സന്തോഷം കൊടുക്കുന്ന അവർക്ക് എന്തെങ്കിലും നമ്മൾ ഗുണപ്രദമായ കാര്യം ചെയ്തു കൊടുക്കുമ്പോഴാണ്. മറ്റു ചിലർ നമ്മളുടെ ഭാഗത്തുനിന്ന് സന്തോഷം കണ്ടെത്തി നമ്മളെ ആക്ഷേപിച്ച് അതൊരു സായുജ്യമാണ്. അവരത് ചെയ്തോട്ടെ, അവർക്ക് സന്തോഷം കിട്ടിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല, ഡസൻറ്റ് മാറ്റർ. നമ്മൾ സമൂഹത്തിന് പൊതുപ്രവർത്തകർ എന്താ ആത്യന്തികമായി സമൂഹത്തിന് നന്മ ചെയ്യാനുള്ളത്. ആ നന്മ നമ്മളെ കൊണ്ടാവും വിധം അത് ചെയ്യും. അത് അറിയാം, നമ്മളെ അടുത്തറിയാവുന്നവർക്ക് എല്ലാം അറിയാം, നമ്മളോട് ഒരിക്കലെങ്കിലും സഹകരിച്ചിട്ടുള്ളവർക്കറിയാം. ഈ സഹകരിക്കാത്തവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
വിദ്വേഷം മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ മുൻവിധികൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെ ഇങ്ങനെ ആയിരിക്കും പൊതുരംഗത്ത് ഇറങ്ങുന്ന സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ഇങ്ങനെ ആയിരിക്കും. അത് ചിലർക്കൊക്കെ അങ്ങനെ ഒരു ഏറ്റവും മോശപ്പെട്ട ചിന്താഗതി സ്വന്തം അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ആരെക്കുറിച്ച് മോശം തോന്നാറില്ല, നോർമലി തോന്നാറില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പോലെ മറ്റുള്ളവരെയും കാണും. അവരും ഈ സമൂഹത്തിന് വേണ്ടി, അവരും നാടിന് വേണ്ടി നിൽക്കുന്നു എന്നാണ് നമ്മുടെ ധാരണ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ബാധിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നേരായ വഴിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അത് അംഗീകരിക്കപ്പെടും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത്തവണയും ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രവചനം നടക്കുമ്പോൾ കൊല്ലത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ പേരിൽ താങ്കളുടെ പേര് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മത്സരിക്കാൻ സാധ്യത ഉണ്ടാവോ? അത് ഔദ്യോഗികമായി പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഉത്തരവാദിത്തം തരും. ആ ഉത്തരവാദിത്ത നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ മത്സരം എന്നതൊക്കെ പറഞ്ഞ് പൂർണ്ണമായി പാർട്ടി ഔദ്യോഗിക നേതൃത്വം പ്രഖ്യാപിക്കേണ്ടതാണ്. എന്താണോ പാർട്ടി പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പം തന്നെ ശബരിമല കൊള്ള വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്ത്രീ പ്രവേശന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശബരിമല കൊള്ള സമയത്തും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള വലിയ ചർച്ചയായെന്നും അതാണ് ഒരു വിജയത്തിന്റെ ഒരു അടിസ്ഥാനമെന്നും ചില UDF നേതാക്കളെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. എന്ന് തോന്നുന്നു ഈ ശബരിമല വിഷയം ഇത്തവണയും ചർച്ചയാവുമ്പം അതൊരു അനുകൂല ഘടകമാകുമോ UDFന്? എൻ്റെ അയ്യപ്പ സ്വാമി, അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിക്കാനുള്ള ആ ഒരു എന്താ പറയുക, ആ ധാർഷ്ട്യം ഉണ്ടല്ലോ, ഇങ്ങനെ കഴിയുന്നു ഇവർക്ക്. അയ്യപ്പസ്വാമിയുടെ മുതലും കട്ടുമുടിക്കും, പട്ടിണി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലും കൈയിട്ട് പാരും, ഏത് മാർഗത്തിലും പണം സമ്പാദിച്ചാൽ മതി എന്നുള്ള. തീർച്ചയായും അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണമടക്കമുള്ള വസ്തുവകകൾ മോഷ്ടിച്ചവർ അതാരായാലും എവിടെ പോയി ഒളിച്ചിരുന്നാലും അത് പിടിക്കും. തീർച്ചയായും കേരളത്തിലെ ജനത പ്രബുദ്ധ ജനതയാണ്. ഞാനടക്കമുള്ള സാധാരണക്കാർ, നമ്മളെക്കാൾ പാവപ്പെട്ടവരുൾപ്പെടെ സമൂഹത്തിൽ അന്നത്തെ അന്നത്തിന് വകയില്ലാത്തവരും ഒരു നാണയം സൂക്ഷിച്ചു വെച്ച് 41 ദിവസം വ്രതം എടുത്ത് അയ്യപ്പസ്വാമിയെ കാണാൻ പോകുമ്പോൾ അത് കാണിക്ക അർപ്പിച്ച് ആ മനസ്സിലുള്ള ദർശനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സായുജ്യം അതൊരു ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം സമ്പന്നരത് കൂടുതലിടും. ഇത് ഇടുന്നത് അയ്യപ്പസ്വാമിക്കാണ്. അത് കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോയവർ കണക്ക് പറയേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് ജനാധിപത്യ രാഷ്ട്രത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രതിഫലിക്കപ്പെടും. വിശ്വാസികൾ ഏറെയുള്ള നാടാണ്. ഈ പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ട് വലിയ ചർച്ചയാവുന്നു. അപ്പോ അത് CPM ഭയങ്കര അസ്വസ്ഥമാക്കിയും തോന്നുന്നുണ്ട് ഇപ്പൊ നേതാക്കളുടെ പ്രതികരണമൊക്കെ കാണുമ്പോൾ. ആ പാട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ CPM അനുകൂലമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ അത് വലുതായിട്ട് ആഘോഷിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത സീമകളെ കുറിച്ചൊക്കെ അവർ വാചാലമായി സംസാരിക്കും. പക്ഷെ തിരിച്ച് അവർ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരായിട്ട് ഒരു വാചകം പോലും ഒരു സഹിക്കത്തില്ല. അസഹിഷ്ണുതയുടെ ആൾരൂപമാണ് കേരളത്തിലെ CPM. അതുകൊണ്ടാണല്ലോ പോറ്റി കയറ്റിയ പാട്ട് എഴുതിയ ആള്, പാട്ടിന് സംഗീതം ചെയ്ത ആള്, അവരെയൊക്കെ പല നാട്ടിലിരുന്ന ആളുകൾക്കെതിരെ കേസെടുത്ത് പിണറായി വിജയന്റെ ഭരണം എന്ന് പറയുന്നത് U-turn ആണ്. അത് K-phone ആയാലും കേരളയിലായാലും എല്ലാം മനുഷ്യന് കൊള്ളാത്ത കുറേ പദ്ധതികളായിട്ട് വരും, മനുഷ്യന് കൊള്ളാത്ത കുറേ നടപടികളെടുക്കും. ഈ പോറ്റിയ കയറ്റിയ പാട്ടിൽ അവസാനം മുണ്ട് തലയിട്ട് ഓടേണ്ടി വന്നില്ലേ? ഒരിക്കലും ഞങ്ങൾക്ക് വേങ്ങര ഉപതെരഞ്ഞെടുപ്പിനിടയിലെ ഉമ്മൻചാണ്ടി സാറിനെതിരെ അടക്കം 376 റേപ്പ് കേസ് എടുത്ത് FIR ഇട്ടിട്ട് പിണറായി വിജയൻ വന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സാധ്യതകളെയും എന്തിനും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അടക്കം ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് തന്ന മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കാൻ ഈ പിണറായി ഭരണകൂടം തയ്യാറായി. ആ അർത്ഥത്തിൽ നമ്മളതൊക്കെ ചരിത്രത്തിൽ ഏകാധിപതികളുടെ ലക്ഷണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് അതാണ്. ഏകാധിപതി അല്ലാത്ത ഒരാൾ അദ്ദേഹത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഏതെങ്കിലും നാൾവഴികളിൽ പാർട്ടി നേതാക്കന്മാരെ പുകഴ്ത്തുന്നവർക്ക് മാത്രം സ്ഥാനം കൊടുക്കുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ? വ്യക്തിപൂജയ്ക്കെതിരായിട്ടാണല്ലോ CPM നിലപാടെടുത്തു എന്ന് ഘോരഘോരം പറഞ്ഞത്. ഇപ്പൊ എല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന ഏക വ്യക്തിയിലേക്ക് ഒതുങ്ങി. ഊരിപ്പിടിച്ച വാളുമായി നടന്നെന്നൊക്കെ പറയും. അതൊന്നും അല്ലെന്ന് ഒരു തൊഴിലാളി ഭക്ഷണമൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവ് ലാളിത്യത്തിന്റെ പ്രതീകമെന്ന് നാട്ടുകാരെ പോലും ലാളിത്യം ഒന്നുമില്ല എന്നുള്ളത് അവരുടെ ലൈഫ് നോക്കിയാൽ നമുക്കറിയാം. അത് പാവങ്ങൾക്ക് വേണ്ടി മാത്രം. അവർ ശരിക്കും ക്ലാസ്ലെസ് സൊസൈറ്റിയുടെ വക്താക്കളായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ അടയാളപ്പെടുത്തിയത്.
ഈ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതശൈലി നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. അവർ സമ്പന്നതയുടെ മടിത്തട്ടില്ല. പക്ഷെ ആ സമ്പന്നത അവർ സാധാരണക്കാർക്ക് പറയുന്നില്ല. അവർ പുതിയ ക്ലാസ് ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ശ്രീ പിണറായി വിജയന്റെ ഇഷ്ടക്കാർ അവർ അതിസമ്പന്നരായി സുഖലോലുപരായി സമൂഹത്തിൽ ജീവിക്കും. സാധാരണക്കാർ പക്ഷേ ഏറ്റവും പാവങ്ങളായി തുടരണം എന്നതാണ് അവരുടെ പോളിസി. വാചകങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ ഈ പ്രസംഗവേദികളൊക്കെ പറയും പ്രകമ്പനം കൊള്ളിച്ചു കളയും. എന്നിട്ട് പറയും സൂര്യന് താഴെയുള്ള തൊഴിലാളികളുടെ എല്ലാം പേര് പറയും. ആ തൊഴിലാളികളിൽ ആർക്കെങ്കിലും, ഇപ്പം ഞാൻ ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകൾ, എൻ്റെ അമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ അല്ലെ അതിന് വളരെ മുമ്പ് അതിന് ശേഷം വളർന്നു വരുന്ന കാലഘട്ടത്തിലൊക്കെ കൊല്ലം എന്ന് പറഞ്ഞാൽ കശുവണ്ടി വ്യവസായത്തിൽ നീറ്റിലാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടി കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇത്ര മുതലാളിമാർ ആത്മഹത്യ ചെയ്ത്, ഇത്ര തൊഴിലാളികളാ ജീവിതം നിലയില്ലാ കയത്തിലായിപ്പോയത്, ഇത്ര ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്നു. ഒരെണ്ണം തുറക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടോ? തൊഴിലാളികൾക്ക് പിരിയുന്നവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, പ്രോവിഡൻറ്റ് ഫണ്ട് ഇല്ല, പലപ്പോഴും പെൻഷൻ കൊടുക്കുന്നില്ല. എന്താ മരുന്ന് ESI. ഇപ്പം നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഞാനിപ്പോൾ വരുന്നത് കൊല്ലം കളക്ടറേറ്റിന് മുമ്പ് ഞങ്ങൾ നടത്തിയ സമരത്തിന് ശേഷം കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ്റെ ശ്രമഫലമായി എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് മൻമോഹൻ സിംഗ്ജിയുടെ കാലത്ത് ഇന്ത്യ രാജ്യത്ത് 9 ESI മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചപ്പോൾ അന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ശ്രീ കൊടിക്കുന്ന് സുരേഷ്, സഹമന്ത്രി തൊഴിൽ സുരേഷ്, അന്ന് കൊല്ലത്തിൻ്റെ MP ശ്രീ പീതാംബരക്കുറുപ്പ് അടക്കമുള്ള നേതാക്കന്മാർ, ESI ബോർഡ് അംഗം കോൺഗ്രസ് നേതാവ് ശ്രീ KS സുരേഷ് ബാബു അടക്കമുള്ള നേതാക്കന്മാർ കൊല്ലത്തിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. അങ്ങനെ പാരിപ്പള്ളിയിലെ സ്ഥലം എടുത്ത് ഉദ്ഘാടനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം ആകിയപ്പോഴേക്കാണ് മൻമോഹൻ സിംഗ്ജിയുടെ ഗവൺമെൻറ് മാറിയത്. അപ്പോൾ വന്ന മോഡി ഗവൺമെൻറ് ഒരു നയം എടുത്തു, ESI മേഖലയിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നില്ല. ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോൾ അത് ചെയ്യാതെ പോയി. പിന്നെ നിരന്തര സമരവും ഞങ്ങളുടെ നേതാക്കന്മാർ MP ശ്രീ പ്രേമേന്ദ്ര MP അടക്കമുള്ള നമ്മളെല്ലാവരും കൂടി സുരേഷ് MP അടക്കം ഞങ്ങളെല്ലാവരും നിരവധി സമരങ്ങൾ ചെയ്ത് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ്. അങ്ങനെ ഇരിക്കുമ്പോഴേ കഴിഞ്ഞ ജൂൺ മാസം 2025 ജൂൺ മാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നു, ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികം ഞങ്ങളുടെ MP ശ്രീ NK പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഏറ്റവും ശ്രദ്ധേയനായ MP ആണ്. പ്രവർത്തന മികവിന് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അദ്ദേഹം കൊല്ലത്തിൻ്റെ ഈ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. മുൻപ് ESI മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ആ 10-ൽ ഒരെണ്ണം കൊല്ലത്തേക്കായി ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് അന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. ആവശ്യമായ സന്ദർഭങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടു. പിന്നീട് ഈ ജനുവരി മാസം ആദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ, അത് ഡിസംബറിലോ, സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ആരോഗ്യമന്ത്രി കത്തയച്ചു. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KV തോമസ് വഴി മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഉപദേശകനല്ലേ KM എബ്രഹാം, അദ്ദേഹം അടക്കമുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ജനുവരി മാസം 28-ാം തീയതി ബാക്കി നാഷണൽ ഹെൽത്ത് മിഷനിൽ അപേക്ഷ കൊടുക്കേണ്ടതിൻ്റെ പ്രൊസീജിയറൽ നടപടികളെല്ലാം, പ്രൊസീഡിങ്സ് എല്ലാം ESI കോർപ്പറേഷൻ ക്രമാനുഗതമായി കൃത്യമായി പൂർത്തീകരിച്ചു. ഏറ്റവും അവസാനം കേരള സർക്കാരിൻ്റെ ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം ESI ഇതിന് അപ്ലൈ ചെയ്ത്, ഈ അപേക്ഷ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നാഷണൽ ഹെൽത്ത് കമ്മീഷനിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ജനുവരി മാസം ആദ്യം തന്നെ അപേക്ഷ കൊടുത്തു. ESI ഡയറക്ടർ ജനറൽ നേരിട്ട് വിളിച്ചു. പക്ഷേ എത്ര തവണ പ്രേമചന്ദ്രൻ MPയും ESI അധികാരികളും കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ടവരും കേരള സർക്കാരുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരിക്കൽ ജനുവരി 26 തോന്നുന്നു അവർ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് ESI ഡയറക്ടർക്ക് ഒരു കത്ത് പോയി, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ആ വിശദാംശങ്ങളും ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അനക്കമില്ല. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ശ്രീ പ്രേമചന്ദ്രൻ MP അവിടെ വന്ന് വീണ്ടും പറഞ്ഞിട്ട് രക്ഷയില്ല. അവസാനം ജനുവരി 28 എന്നുള്ളത് ഫെബ്രുവരി 3 വരെ നീട്ടി. പലപ്പോഴും പ്രേമേന്ദ്രൻ MPയുടെ പ്രത്യേകത, അദ്ദേഹം സഭാ നടപടിയൊന്നും വിട്ടു നിൽക്കത്തില്ല. പാർലമെന്റിൽ ഉള്ള ദിവസം അദ്ദേഹം അത് കട്ട് ചെയ്യത്തില്ല. എപ്പോഴും ഒരു 100% അറ്റൻഡൻസ് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇതിന്റെ ആവശ്യം മുൻനിർത്തി ഫെബ്രുവരി മാസം 3-ാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്ത് വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടു. ഈ സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കണം ഇല്ലെന്ന് പറഞ്ഞത്. കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഫെബ്രുവരി മാസം 3-ാം തീയതി രാത്രി 8 മണിയായപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് ESI കോർപ്പറേഷന് അത് സമഗ്രമായ റിപ്പോർട്ട് വരണം. ഇതിന്റെ എന്ന് വെച്ചാൽ സാധാരണ മെഡിക്കൽ കോളേജിലൊക്കെ തുടങ്ങുമ്പം അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ട കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അത് എങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴേ പറയണം. അതായത് പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല.
ഈ എസൻഷ്യൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനൊക്കെ സർക്കാർ ഉറപ്പ് കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട് പബ്ലിക് സെക്ടറിൽ അത് തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ ഉറപ്പുള്ള ഈ നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ESI, പ്രത്യേകിച്ചും കടകളിലടക്കം ജോലി ചെയ്യുന്നവർക്ക് ESI ഉണ്ട്. ഈ പാവപ്പെട്ട തൊഴിലാളികൾ, ESIയുടെ ഗുണഭോക്താക്കളായ തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റിൽ ഫീസ് സൗജന്യമായി പഠിക്കാനുള്ള അവസരമില്ലാതെ പട്ടിണി പാവങ്ങളുടെ കുഞ്ഞുങ്ങൾ MBBS പഠിക്കുന്നതിന് എന്തിനാണ് ഈ LDFന് ഇത്രയും ശത്രുത ആ പാവങ്ങളുടെ കുഞ്ഞുങ്ങളോട്? അതോടൊപ്പം നമുക്കറിയാം, ഇന്നൊരു പനി വന്നാൽ പോലും ജില്ലാ ആശുപത്രി പോകുന്ന, ഇപ്പം ഞാൻ ജില്ലാ ആശുപത്രി പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഒരു ബോഡി വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു പേപ്പർ വാങ്ങിച്ചു കൊടുക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വരിക. ആ ആശുപത്രി എത്ര പേരെ പിടിച്ചെടുക്കുന്നത്? പുറത്തു പോകണം, എന്ത് മരുന്ന് എഴുതിയാലും പുറത്തുനിന്ന്, സ്കാൻ പുറത്തുനിന്ന്, എത്ര ആയിരക്കണക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗതിയുണ്ട്, പണം കടം വാങ്ങിക്കാനെങ്കിലും നിവർത്തിയുള്ള ആളുകൾ സ്വകാര്യ ആശുപത്രി പോകും. അതുപോലും ഇല്ലാത്ത പാവങ്ങൾ അവിടെ പോകണേ. ഇവർ നമ്പർ 1 ആരോഗ്യരംഗം എന്ന് പറയും. ആശുപത്രിയിൽ പോയി നോക്കൂ, പാരസിറ്റമോൾ ഇൻഫെക്ഷൻ പോലും കിട്ടാത്ത സമയങ്ങളുണ്ട്. ഇതൊന്നും കൊടുക്കാതിരുന്നിട്ട് ഇവരെല്ലാം നല്ല എന്ന് പറയുന്നത്. അപ്പോൾ ESI മെഡിക്കൽ കോളേജ് വന്നാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ കിട്ടും തൊഴിലാളികൾക്ക്. ആ പാവങ്ങൾക്ക് കിട്ടുന്ന ചികിത്സ ഈ പിണറായി സർക്കാരും വീണ ജോർജ് എന്ന് പറയുന്ന കഴിവുകെട്ട, കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രിയുടെ പേര് ചോദിച്ചാൽ വരും തലമുറയും എഴുന്നേറ്റ് എന്ന് പറയും അത് വീണ ജോർജാണ്. ആ സ്ത്രീ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും ഒപ്പം പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങൾക്ക് വിദഗ്ധ ചികിത്സയ്ക്കുമുള്ള അവസരം നിഷേധിച്ചിരിക്കുക എന്നതടക്കം ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഒരു ഗവൺമെന്റ് അല്ലേ? അപ്പോൾ കൊല്ലത്തോട് കടുത്ത, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊല്ലംകാരെ, ഞങ്ങളുടെ കൊല്ലത്തിന് കിട്ടാനിരുന്ന, ഞങ്ങളുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടാനിരുന്ന, ഞങ്ങളുടെ നാട്ടിലെ തൊഴിലാളി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്ന നശിപ്പിച്ച, അവസരം ഇല്ലാതാക്കിയ പിണറായി വിജയൻ ഗവൺമെന്റിനോട് പൊറുക്കാൻ കൊല്ലംകാർക്കാകില്ല. അതുപോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഗണേഷ് കുമാർ ഒരു പ്രസംഗത്തിൽ, മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇതാണ് ആ പ്രസംഗം, ഞാൻ കേട്ടു. കൊല്ലത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന ബിന്ദു കൃഷ്ണ അന്ന് ചാടി TV-യിൽ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ കോടതി വിധി വന്നു, സ്ത്രീകൾക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞപ്പം ഇരുന്നിടത്തും എണീച്ചു, ഏഷ്യാനെറ്റിൽ ഇരുന്നിടത്തും എണീച്ചു, ഞാൻ ഇത്തവണ പോകും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ആരും പോകരുത്, ഏത് പ്ലേറ്റ് മാറ്റി, ആദ്യം ഞാൻ പോകും എന്ന് പറഞ്ഞ സ്ത്രീ ബിന്ദു കൃഷ്ണയാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന ഗണേഷ് കുമാർ പറയുന്നത്, ഗണേഷ് കുമാറിനെ കുറിച്ച് യഥാർത്ഥ കാര്യം ഗണേഷ് കുമാറിന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാലകൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് പരിശോധിച്ചാൽ മതി. ശ്രീ ഗണേഷ് കുമാർ ആരാണെന്നുള്ളതിന് സ്വന്തം അച്ഛൻ പറഞ്ഞതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട. ശരിയാ, ഈ വിധി വന്ന ദിവസം ഞാൻ ഓർക്കുക, ഞാൻ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ചയിലല്ല, കെവിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പ്രളയ കുഞ്ഞിനെ കൊന്നല്ല, അവൻ മരിച്ചു കിടന്നത് എനിക്ക് തോന്നുന്നു പുനലൂരായിരുന്നു, ഞാനന്ന് പോയിരുന്നു. അപ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. ആ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി വിധി വരുന്നത്. സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ത്രീയും പുരുഷനും എന്താ പറയുക, പുരുഷനേക്കാൾ താഴ്ന്നതല്ല സ്ത്രീ എന്ന് ഉത്തമമായി വിശ്വസിക്കുന്ന ഒരു സിറ്റിസണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പെണ്ണായി പിറന്നതുകൊണ്ട് മാത്രം ഒരു മാറ്റി നിർത്തലോടും സമരസപ്പെടാൻ എനിക്കാകില്ല. അതുകൊണ്ട് എൻ്റെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ രാഹുൽജിയും ഞാനും, രാഹുൽജിയുടെ നിലപാടും ഒക്കെ അന്ന് അതായിരുന്നു, എൻ്റെ നിലപാട് അതാണ്. സ്ത്രീ പുരുഷ സമത്വം സമൂഹത്തിൻ്റെ അനിവാര്യതയാണ്. ആ അർത്ഥത്തിൽ ആ വിധിയെ ഞാൻ സ്വാഗതം ചെയ്തു. എന്നല്ലാതെ ഈ ഗണേഷ് കുമാർ പറയുന്നവർക്ക് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ ദൃശ്യം ഗണേഷ് കുമാർ ഒന്ന് കാണിച്ചു തരാമോ? ചാടി എഴുന്നേക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ സീറ്റിൽ നിന്ന് അഭിപ്രായം പറയാൻ തൻ്റെ ഇടം ഉണ്ടല്ലോ, പിന്നെ ചാടി എഴുന്നേക്കേണ്ട ജസ്റ്റിസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പച്ചക്കള്ളം അതല്ലേ ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ച് അവിടെ ഞാൻ വളരെ കൃത്യമായി ചർച്ച കേട്ടിട്ട് കൃത്യമായി എല്ലാ കാലത്തും ഞാൻ നിലപാട് പറയുന്നു. ഞാനൊരു വിശ്വാസിയാണ്. സ്വാഭാവികമായും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാലാനുസൃതമായി മാറ്റപ്പെടേണ്ടതാണ്. അത് മാറ്റപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ, ആരാ മാറ്റേണ്ടത്? ശ്രീ പിണറായി വിജയനോ അല്ലെങ്കിൽ കേരളത്തെ CPM-കാരോ വന്ന് അവിശ്വാസികളായ 2-3 സ്ത്രീകളെ പോലീസ് വേഷം അടിച്ച് പോലീസിന്റെ അധികാരം വെച്ച് രാത്രിക്ക് രാമായണം അയ്യപ്പസ്വാമിയുടെ സന്നിധി കയറ്റേണ്ടതല്ല. ഞാൻ എന്താ ഇപ്പോൾ ശബരിമലയിൽ പോയിട്ട് എനിക്ക് ശബരിമല ആചാരത്തിനനുസരിച്ച് പ്രായമായപ്പോൾ ഞാൻ ശബരിമലയിൽ പോയ ആളാണ്. 41 ദിവസം വ്രതം എടുത്ത് കരിമല ചവിട്ടിയാണ് ഞാൻ അവിടെ പോയത്. അത് നമ്മുടെ ഭക്തിയാണ്. അതൊരു ഗണേഷ് കുമാറിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അന്ന് സൂചിപ്പിച്ചത് അത്തരത്തിലൊരു ഓക്കെ, സുപ്രീം കോടതി ആ ഒരു വിധി പറഞ്ഞു. ആ വിധി പിറ്റേന്ന് എടുത്തു വെച്ച് ചാടി ഭക്തരുടെ നെഞ്ചത്ത് തട്ടിയിട്ട് നടപ്പിലാക്കാനല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് എങ്ങനെയാണ് കേരളത്തിൽ ആചാരങ്ങൾ മാറ്റം ഇക്കാലങ്ങളിലുള്ളിൽ പലയിടത്തും നടന്നിട്ടുള്ളത്, അത് ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തി സാധ്യതകൾ പരിശോധിച്ച്
എല്ലാവരുടെയും കൂടെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയല്ലേ ചെയ്യാൻ പറ്റൂ. ഈ സ്ത്രീ പ്രവേശനം അത് തെറ്റായ ഒരു പ്രശ്നമല്ല എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ സ്ത്രീ അല്ല, ഞാനത് പറഞ്ഞല്ലോ, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യരുടെ വിശ്വാസത്തിന്റെ പ്രശ്നം. അത് നമ്മൾ സമത്വം എന്ന ഏക കണ്ണിൽ കൂടി നോക്കിയാൽ പറ്റത്തില്ല. അത് തീർച്ചയായും ഞാൻ അടക്കമുള്ള ഭക്തർക്ക് ശബരിമല ദർശനത്തിന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്ന് പറയുന്നത് പിണറായി അന്ന് ചെയ്തതാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഒരു സുപ്രഭാതത്തിൽ ഭക്തരെല്ലാം നെഞ്ചത്ത് തീ കോരിയിട്ടുകൊണ്ട് ഓടി വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ ഇത്രയും അക്രമം കാണിച്ചു കൊണ്ടുപോകല്ല വേണ്ടത്. മറിച്ച് ഈ പറയുന്നത് പോലെ വിശ്വാസികളുമായിട്ട് ചർച്ച ചെയ്താൽ അത് ഒരു ദിവസം ചർച്ചയോടൊന്നും തീരത്തില്ല. അതൊരു ആചാരങ്ങളെ മാറ്റണമെങ്കിൽ അതിനനുസൃതമായ സമയം ആവശ്യമാണ്. അതല്ലാതെ ഞാൻ രണ്ട് എക്സ്ട്രീമിലും ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പെണ്ണായി പിറന്നത് കൊണ്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. പക്ഷേ പ്രൊവൈഡഡ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തുമ്പോൾ സുചിതന്ത്രമായ ചർച്ചകൾക്കും അഭിപ്രായ സമന്വയങ്ങൾക്കും ഒടുവിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതിയിൽ എത്രയോ വിധികൾ വരെ നടപ്പാക്കാതിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ അടക്കം കാര്യങ്ങൾ ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കാറില്ല. ഇത് മാത്രം ദോഷൈക ദൃക്കായി, അതായത് ഏതോ ഒരു ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് പിണറായി വിജയൻ സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ എടുത്ത നിലപാട്. അതിനോട് യോജിക്കാൻ പറ്റില്ല. യോജിക്കാതിരുന്നതിന് ഗണേഷ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗണേഷ് എന്നും പറയും, ഗണേഷ് എന്താണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്കുകളൊന്നും എടുത്ത് കേട്ടാൽ മതി. ഇതിന് മറുപടി അതാണ്. ഇപ്പോ നിലവില് എതിർ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുണ്ടായിരുന്നത് മുകേഷ് MLA ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പൊ MLA. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ കൊല്ലംകാർക്ക് വേണ്ടി? അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളൊന്നും എടുത്തു നോക്കണം. അദ്ദേഹം കൊല്ലത്തിന് വേണ്ടി എന്തോ പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ പ്രവർത്തനം അദ്ദേഹത്തെ ഇവിടുത്തെ ആളുകൾ കാണാറുണ്ട്. ഞാനിവിടെ താമസിക്കുന്ന ആൾ, ഞാൻ അദ്ദേഹത്തെ അത്യപൂർവമായി തുറ കാണാൻ ഞാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാ കൊല്ലമെന്ന് പറഞ്ഞ നാട്ടുകാർ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേട് പുള്ളി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ കൊല്ലത്തിനുണ്ടായ ഗതികേടല്ലേ രാഷ്ട്രീയ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റ് വാങ്ങി ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന രാഷ്ട്രീയ സാരത്തിൽ പുള്ളിയും ജയിച്ചു പോയി എന്നുള്ളതല്ലാതെ ഒരു ജനപ്രതിനിധി ഒരു നാടിന് അഭിമാനമാകേണ്ട, നാടിനെ മുച്ചൂടും അപമാനത്തിലേക്ക് തള്ളിവിട്ട ഒരു ജനപ്രതിനിധി ആയിപ്പോയി എന്ന ആ ഗതികേട് ഞങ്ങൾ കൊല്ലംകാർക്ക് കിട്ടിയല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി മത്സരിച്ച ജയിക്കില്ല എന്നാണോ പൊതുജനം പറയട്ടെ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടക്കുന്ന സമയത്ത് കൃത്യമായൊരു നിലപാട് പറഞ്ഞ ആളാണ് താങ്കൾ. താങ്കൾ പറഞ്ഞു രാജിവെക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ആ സമയത്തും വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് ഉണ്ടായി. അത് സ്വന്തം പാർട്ടിക്കാരൻ തന്നെ ഉണ്ടായ സൈബർ അറ്റാക്ക് അല്ലേ? സ്വന്തം പാർട്ടിയിൽ നിന്നായാലും പുറത്തുനിന്നായാലും സത്യം പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിലപാടല്ലേ? സ്വന്തം പാർട്ടിയുടെ ആളിനെ നോക്കിയോ ഓരോരാളിനെ നോക്കിയോ അല്ല സ്ത്രീപക്ഷ വിഷയങ്ങൾ നിലപാടെടുത്തിട്ടുള്ളൂ. ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റുമോ? എത്ര CPM നേതാക്കന്മാർ സ്ത്രീപീഡന ആരോപണ വിധേയരാകുമ്പോൾ ഒരിടത്ത് വന്ന് ശ്രീമതി ടീച്ചറോ ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും വനിതാ നേതാക്കന്മാരോ സ്ത്രീപക്ഷ നിലപാട് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എടുത്തു നോക്കൂ, ഞങ്ങൾ എല്ലാ കാലത്തും കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല. CPM വരുമ്പോൾ ഒരു നിലപാടും, കോൺഗ്രസ് വരുമ്പോൾ വേറൊരു നിലപാടും, പൊതുസമൂഹത്തെ ആരെങ്കിലും വരുമ്പോൾ ഇനി മറ്റൊരു നിലപാടും ഒരിക്കലും എടുത്തിട്ടില്ല. സ്ത്രീപക്ഷ വിഷയങ്ങൾ പൊതുപ്രവർത്തകർ സംശയത്തിന് അതീതരായിരിക്കണം, പൊതുപ്രവർത്തകർ മാന്യത ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിലപാട്. ഇപ്പോഴും അതേ നിലപാട് എന്നും ഒരു നിലപാട് വ്യത്യാസവും ഇല്ല. MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ. അല്ല, ആ കാര്യത്തിൽ പ്രസക്തിയില്ലല്ലോ, അത് കഴിഞ്ഞല്ലോ. അതത് കാലത്ത് എന്ത് വിഷയം വരുന്നോ അപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാ കാലത്തും ഒരു വിഷയത്തെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കൃത്യമായ നിലപാട് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയാണ് നിലപാട് കൊടുത്തത്. ഞങ്ങളുടെ പാർട്ടിക്കല്ലാതെ, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കല്ലാതെ അത്തരത്തിൽ സ്ത്രീപക്ഷ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷെ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു പ്രമുഖ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കോമൻസ് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് കാണുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ച കാര്യങ്ങൾ, അതായത് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടൽ വിഷയം പൊങ്ങി വന്നതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുകയും ചെയ്യുന്നത്. എന്തെങ്കിലും ആ ഒരു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? പാലക്കാട് അടക്കം ഒരിക്കലുമില്ല. നിരന്തരമായ സ്ത്രീപീഡന ആരോപണങ്ങൾക്ക് വിധേയനായ കൊല്ലം MLA മുകേഷിനെ പിണറായി വിജയനും CPMകാരും തോളത്തെടുത്ത് ഇരുത്തിയിട്ട് സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല.
അതുകൊണ്ട് പക്ഷേ മറിച്ച് കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ നീതിയുക്തമായ ശക്തമായ നിലപാടാണ് ഇത്തരം എല്ലാ വിഷയങ്ങളും എടുത്തിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞങ്ങളുടെ ആളുകളെ ആക്ഷേപിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം അടക്കം പറഞ്ഞതാണ്. സോളാർ കേസിൻ്റെ പേര് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ അടക്കം 1 ഡസനോളം കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടാൻ എന്തെല്ലാം പിന്നെ എന്താ പറയുക തെറ്റുകൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ കേരളത്തിലെ CPM LDF നടത്തി. അതെങ്ങനെ വിജയിച്ചിട്ടുണ്ട്? സത്യം തിരിച്ചറിയാൻ കേരളത്തിലെ ജനതയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും കോൺഗ്രസ് ഭയപ്പെടുന്നില്ല, UDF ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ശക്തമായ നിലപാടാണ്. ഇപ്പോൾ പ്രമുഖയായ ഒരു വനിതാ നേതാവ് കൂടിയാണ് താങ്കൾ. പല കോൺഗ്രസ് പ്രവർത്തകർ, ഇപ്പോൾ ഷാനവാസ് അടക്കമുള്ള നേതാക്കൾ പറയുന്നത് മോശമായ അനുഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കൊരു പരാതി ഏതെങ്കിലും വനിതാ പ്രവർത്തകർ തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മോശം അനുഭവം അല്ലെങ്കിൽ ഒരു മെസ്സേജുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി എന്ന് ഏതെങ്കിലും ഈ കേസ് വന്നതിന് ശേഷമോ അതിനു മുമ്പോ പരാതിയായി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്.